ഡോക്ടർ ഫസൽ ഗഫൂർ, എന്തുകൊണ്ടാണ് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ കാര്യത്തിൽ നിശബ്ദരായിരിക്കുന്നത്? അവർക്ക് എന്താണ് മറയ്ക്കാനുള്ളത്? അവർക്കൊരു ഒത്തുകളി അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ സംശയാസ്പദമാണോ? അല്ല, അതിൽ രസം എന്താണെന്നറിയോ, ഇപ്പോഴത്തെ മാനേജ്മെൻറ്റിൽ ആരും ഇതിൽ ആ കഴിഞ്ഞ വിറ്റ സമയത്തുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഇല്ലയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി അവരെന്തിനാണ് മുന്നോട്ട് വരാത്തത്? അവർ മുന്നോട്ട് വരണം. കാരണം ഇതിപ്പോൾ എന്താ തുടങ്ങാൻ പോണത്. ഇനി വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. ഞാനിപ്പോൾ പ്രശ്നം ഉന്നയിക്കാൻ പോണത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് 110 ഏക്കർ ഭൂമി കൊടുത്തിട്ടുണ്ട് അവിടെ എന്ന് ഫറൂഖ് കോളേജിൻ്റെ ഇപ്പോൾ എല്ലാ പ്രസിദ്ധീകരണങ്ങളും കാര്യങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ രേഖകൾ എൻ്റെ കയ്യിലില്ല ഇപ്പോൾ തൽക്കാലം കൊണ്ട്. ആ ഭൂമിയും കാണാനില്ല. അപ്പോൾ ഒരുപാട് മുസ്ലിം പ്രമാണിമാർ വഖഫ് ചെയ്തിട്ടുള്ള ഒരുപാട് ഭൂമി ഇത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളത് വഖഫ് ചെയ്തതല്ല എന്ന് ഞാൻ മനസ്സിലാക്കണം, അത് ഗിഫ്റ്റ് ഡീഡ് കൊടുത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ അവർ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുന്നിൽ പോകണം. അതിനെക്കാട്ടും മുമ്പായിട്ട് ജനങ്ങളുടെ കമ്മീഷൻ്റെ മുന്നിൽ വരണമെന്നേ. നമ്മളെ തമ്മിൽ തല്ലുപിടിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? വളരെ കൃത്യമായിട്ട് ഇവിടെ അഭിപ്രായ വ്യത്യാസം ലീഗിലും ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിലും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സിലെ വി ഡി സതീശനെയും കൂടെ കുടുക്കി, പിന്നെ സതീശനും കൂട്ടരും LDF വരെ കൊടുക്കാൻ നോക്കുന്നു, ഷോൺ ജോർജ് വേറെ വഴിക്ക് നോക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കറക്റ്റായിട്ട് ഇറ്റ് ഇസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. ആ ലീഗൽ ഡോക്യുമെൻ്റ് പരിശോധിച്ചാൽ ഇതിൽ വളരെ വ്യക്തത വരും. ഇനി വഖഫ് ആണെന്ന് തന്നെ വിചാരിച്ചോ, മനസ്സിലായില്ല, അതൊരു തിയറിയാണ്. വഖഫ് ആണെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ തെറ്റാണ്. ഞാൻ വീണ്ടും നൗഷാദ് അലി ഒരുപാട് കേസുകളുണ്ടെന്നേ, വഖഫ് ഭൂമികളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് അങ്ങോട്ടാക്കിയാൽ അങ്ങോട്ടുള്ള ഭൂമി ഇങ്ങോട്ട് കൊടുത്ത് സർക്കാർ വേറെ ഏറ്റെടുത്ത് ഇവർക്ക് കൊടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ പോകേണ്ടതാണ്. അല്ലാതെ നമ്മൾ കിടന്നിട്ട് ഇവിടെ പറയണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇത് രൂക്ഷമാക്കാനായിട്ട് ശ്രമിക്കേണ്ട. പിന്നെ എനിക്ക് വ്യക്തമായിട്ടൊരു അഭിപ്രായമുണ്ട്. ഇത് വഖഫ് എന്താണ് ഇപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ബിൽ അത് നടപ്പാക്കിയാൽ ഇവർക്ക് ഇതിനൊക്കെ പരിഹാരമാവുമെന്നൊക്കെ ഇവർ പറയണ്ട. അതിനൊരിക്കലും ഇതിന് പരിഹാരമാവില്ല. കാരണം വെച്ചാൽ മറ്റെന്താ നമ്മൾ പറയുക, പിൽക്കാല പ്രാബല്യത്തോടുകൂടെ നടപ്പാക്കാൻ പറ്റില്ല. ഇത് ഓൾറെഡി കേസ് കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയം എടുത്തുകൊണ്ട് വീണ്ടും നമ്മളൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചില അച്ഛന്മാർ വന്നിട്ട് അത് പ്രസംഗിക്കുക, അത് അങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷൻ ഇതാണെന്ന് പറയാം. അതിലൊന്നും യാതൊരു കാര്യമില്ല. ഇതിൽ ഞാൻ പറഞ്ഞുതരാം, യഥാർത്ഥത്തിൽ UDF-നും LDF-നും തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടിയാൽ നമുക്ക് ആർക്ക് പരിക്ക് പറ്റും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, മനസ്സിലല്ലേ? നമുക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആർക്ക് പരിക്ക് പറ്റും എനിക്കും പറയാൻ പറ്റില്ല, ഗോപിക്കും പറയാൻ പറ്റില്ല. പക്ഷേ മൊത്തത്തിൽ അതിൽ പരിക്ക് പറ്റാൻ പോകണം ആർക്കാണെന്ന് വെച്ചാൽ മുൻപത്തെ ജനങ്ങൾക്കാണ്. കാരണം അവർ ഈ ട്രാപ്പിൽ അങ്ങോട്ട് കുടുങ്ങും ഇതിൻ്റെ നിയമം. കാരണം മറ്റേവരും ഒട്ടും ഇപ്പോൾ മോശക്കാരല്ല. എന്താണ് പറയുന്ന സമിതി ഉണ്ടല്ലോ, വഖഫ് സംരക്ഷണ സമിതിയുടെ മുകളിൽ ഒരു മുസ്ലിം ഇതിനും യാതൊരു തരത്തിലുള്ള ഒരു മുസ്ലിം സംഘടനക്കും ഒരു തരത്തിലുള്ള ഹോൾഡും അവരുടെ മുകളിലില്ല. അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ കൂടെ ഈ സേർട്ടിൻ്റെ സന്തതികളുണ്ട്. അതുകൊണ്ട് നമ്മളിതൊരു കുറച്ചും കൂടെ മുനമ്പത്തെ ജനങ്ങളെ കണ്ണിൽ കണ്ടുകൊണ്ട്, അല്ലാതെ ഇത് ET എന്ത് പറഞ്ഞെന്നോ, ഷാജി എന്ത് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ സതീശൻ എന്ത് പറഞ്ഞെന്നോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പിണറായി എന്താ കുത്തിത്തീർപ്പുണ്ടാക്കണമെന്നോ, ഈ വേണ്ടാത്തവരെ ചോദ്യങ്ങൾക്ക് പുറയിൽ പോകാതെ മനസ്സിലായില്ലേ, നമ്മൾ ഇതിനൊരു ഒത്തീർപ്പുണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി ഡോക്ടർ, ആ അഭിപ്രായം പക്ഷേ ഡോക്ടർ, ഈ കാര്യങ്ങളൊക്കെ ഇഴകീറി പരിശോധിക്കേണ്ടി വരുന്നത് ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന പ്രശ്നങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ തന്നെ ശ്രീ ഷോൺ പറഞ്ഞത് കേട്ടില്ലേ? അതായത് ഒരു വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, മാത്രമല്ല ഈ വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നതിനെ കുറിച്ച്, അതിൻ്റെ സ്വത്ത് വകകൾ എങ്ങനെ, അതിലെ വരുമാനം എങ്ങനെ ചിലവഴിക്കുന്നതെന്ന് സംബന്ധിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിശ്ചിതത്വം ഉണ്ടാക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഈ നിയമ ഭേദഗതി അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്ന ഒരു രാഷ്ട്രീയവാദം BJP-ക്കുണ്ട്. ഇനി ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചതുകൊണ്ട് എന്ത് മാറ്റമാണ് ചോദ്യം പ്രസക്തമാണ്. അതിന് ഞാൻ മറുപടി പറയാം. ഗോപി, ആദ്യം തന്നെ തെറ്റായ പ്രചരണമാണ്. അത് ഷോണർക്ക് പ്രചരണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പറ്റ മീഡിയയിലൊരു പ്രചരണമുണ്ട്. റെയിൽവേസും മറ്റൊക്കെ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വത്തുള്ളത് വഖഫ് ബോർഡിന് ഒരു സ്വത്തുമില്ലെന്നേ. അത് ആദ്യം മനസ്സിലാക്ക്. വഖഫ് ബോർഡ് ഒരു ഓവർസീ കമ്മിറ്റിയാണത്. അതായത് വഖഫ് ചെയ്യുന്ന ഒരാൾ വഖഫ് ചെയ്യുന്ന വേറൊരാൾ കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കൂട്ടം ആൾക്കാർ MES-ന് വഖഫ് ചെയ്യുന്നു വിചാരിച്ചോ, അത് മര്യാദക്ക് ഞങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടോ എന്നറിയാനായിട്ടാണ് വഖഫ് ബോർഡും അതിൻ്റെ ട്രിബ്യൂണലും. പിന്നെ ട്രിബ്യൂണലിൻ്റെ മുകളിൽ കോടതികളുണ്ടെന്ന്, ഹൈക്കോടതി ഉണ്ട്. ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് വഖഫ് വിഷയമായിട്ട്. അതിൻ്റെ മുകളിൽ ജില്ലാ കോടതി ഉണ്ട്. അതിന് വഖഫ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ആ വഖഫിൻ്റെ ട്രിബ്യൂണലിൻ്റെ ജഡ്ജായിട്ടിരിക്കുന്ന മുസ്ലിമൊന്നുമല്ല,
അല്ലാതെ എൻ്റെ അഭിപ്രായം. സത്യൻ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ജഡ്ജാണെന്ന് എൻ്റെ ഓർമ്മ, പേര് തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ ജില്ലാ കോടതി ഉണ്ട്, അതിൻ്റെ മുകളിൽ ഹൈക്കോടതി ഉണ്ട്, ഇനി അതിൻ്റെ മുകളിൽ സുപ്രീം കോടതി ഉണ്ടെന്നേ. അപ്പോൾ ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്. വഖഫ് വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്, ഇഫ് ദ വഖഫ് സേസ് ഇറ്റ് ബിലോങ്സ് ടു ദം ഇറ്റ് വിൽ ബിലോങ് ടു ദം, ഇങ്ങനെയൊക്കെയുള്ള അത് വേറെ തർക്കമാണ്. ആ തർക്കത്തിലോട്ട് ഇപ്പോൾ ഞാൻ പോകുന്നില്ല, നമുക്ക് വേറെ ദിവസം വേണമെങ്കിൽ നമുക്ക് ആ തർക്കത്തിലോട്ട് പോവാം. എൻ്റെ ഇപ്പോൾ ഒപ്പീനിയൻ ഇപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയാണ്, ഇതിനൊരു ജുഡീഷ്യൽ ആയിട്ടുള്ളൊരു പരിഹാരം ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം നേരെ പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ രാഷ്ട്രീയ പരിഹാരം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടെ ഒത്ത്. മറ്റേ കാര്യം നമുക്ക് പാർലമെൻറ്റിൽ നോക്കാം. പാർലമെൻറ്റിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ പാർലമെൻറ്റിൻ്റെ JPC നടക്കുന്നുണ്ടല്ലോ, അവിടെ ഭയങ്കര ബഹളം നടക്കുന്നുണ്ടല്ലോ. അത് പാർലമെൻറ്റിൽ അവർ കൊണ്ടുവരട്ടെ. അപ്പോൾ അത് വേറെ വിഷയമാണ്.